SDPI നേതാവിനോടൊപ്പമുള്ള CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ വീഡിയോ വിവാദത്തിൽ SDPI തിരൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് ഷാഫിക്കൊപ്പമുള്ള വീഡിയോ ആണ് പുറത്തുവന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ തലേ ദിവസമായിരുന്നു കൂടിക്കാഴ്ച. ഷാഫിയും സുഹൃത്തുക്കളും പാട്ടുപാടുന്നതും വിജയരാഘവൻ ഭക്ഷണം കഴിക്കുന്നതുമൊക്കെയാണ് ദൃശ്യങ്ങളിലുള്ളത്. സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണ് നടന്നത് എന്ന് ഷാഫി പറഞ്ഞു. സത്യത്തിൽ ഇത് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന്റെ തലേന്നാണ്. ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും ആ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയതാണ് കോഴിക്കോട് ടൗണിന്റെ സെന്ററിൽ. അപ്പൊ അവിടെ അപ്രതീക്ഷിതമായിട്ട് വിജയരാഘവൻ കോഴിക്കോട് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വിജയരാഘവന്റെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ കൂടെയുള്ള എന്റെ സുഹൃത്ത് വിജയരാഘവനെ ഭക്ഷണം കഴിക്കാതെ പോകാൻ പാടില്ല എന്ന് ശാഠ്യം പിടിച്ചു. അദ്ദേഹം എന്തോ തിരക്കിൽ പോവാണ്. ഇവന്റെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ വന്നു ഭക്ഷണം കഴിച്ചു. ഞങ്ങളവിടെ ഒരു കരോക്കെ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഈ ചെറിയ പാട്ടിന്റെ ഒക്കെ ഒരു ചെറിയ സുഖമുള്ള ആൾക്കാരാണ്. അപ്പോൾ പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വിജയരാഘവൻ വന്നു. 10 മിനിറ്റിനുള്ളിൽ ഒരു ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമ്മൾ ആ ഇരിക്കുന്ന ഇരുത്തത്തിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ മുമ്പിൽ പോയി ചെയ്തു. അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു എന്നത് അത് ഇത്ര വലിയൊരു മാരകമായ തെറ്റാണോ? മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മുബഷീർ, ഇത് മാരകമായ തെറ്റാണോ അല്ലയോ എന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത്. ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കപ്പെട്ടത് മുഴുവനും ഇടത് ഹാൻഡിലുകളിലൂടെ തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. അത് തുറന്നല്ല എങ്കിലും വലിയ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നതും പ്രധാനമാണ്. SDPയുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് മൗനം മാത്രമായിരുന്നു മറുപടി. പക്ഷേ മെഹഫിലും ഭക്ഷണവും ഒക്കെയായി തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കൂടിയതിൽ അത്ര രാഷ്ട്രീയ നിഷ്കളങ്കത കാണുന്നില്ല ആരും. അത് തന്നെയാണ് മാധു. ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് വലിയ വിമർശനം ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള A. വിജയരാഘവനെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിശേഷം തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ തന്നെ SDPI CPI ബന്ധം വലിയ രീതിയിൽ UDF പ്രചാരണ ആയുധമാക്കിയിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ CPM നേതാക്കൾക്ക് സാധിച്ചിരുന്നില്ല. LDFന്റേത് നല്ല സർക്കാരാണ്, മികച്ച ഭരണമാണെന്ന പ്രതികരണങ്ങൾ SDPI നേതാക്കൾ തുടർച്ചയായിട്ട് നടത്തിയിരുന്നു. ഒരു ഭാഗത്ത് UDF SDPIയുടെ പിന്തുണ പൂർണ്ണമായിട്ടും ഇത്തവണ LDFന് കൊടുത്തതെന്ന വാദത്തിൽ മറുപടി പറയാനും CPMന് സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് തൊട്ടു പിന്നാലെ വടക്കൻ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ A. വിജയരാഘവന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സീറ്റുകളിൽ പല നേതാക്കൾക്കും വിട്ടുകൊടുത്തതിലുള്ള വിമർശനം ഉൾപ്പെടെ വലിയ രീതിയിൽ ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദൃശ്യത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം, അതായത് ഈ മാസം 4-ാം തീയതിക്ക് തൊട്ടു തലേ ദിവസമാണ് CPMന്റെ നേതാവായിട്ടുള്ള A. വിജയരാഘവൻ SDPയുടെ നേതാവായിട്ടുള്ള ഈ ഷാഫിയുമൊത്തുള്ള ഈ വീഡിയോ പുറത്തു വരുന്നത്. അതായത് ഷാഫിയോട് നമ്മൾ സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയോ മറ്റു കാര്യങ്ങളോ ചർച്ച ചെയ്ത ഒരു കൂടിക്കാഴ്ചയായിരുന്നില്ല, തീർത്തും സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നു. ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് വ്യാപകമായിട്ട് തെറ്റായി പ്രചരിപ്പിക്കുന്നത്.